ഒരു മോഹവിലക്ക് ഞാനിപ്പോ ഈ വണ്ടി അങ്ങോട്ട് ചോദിച്ചാല് ബാപ്പു അത് തരുമോ? ഇല്ല. ഇല്ല. എത്ര ചോദിച്ചാലും ബാപ്പു അത് തരൂല അല്ലെ? ഹായ് സുഹൃത്തുക്കളെ, സുഖമല്ല എല്ലാവർക്കും? അപ്പോ ഈ ഒരു വണ്ടിയും നമ്മുടെ ബാപ്പുവിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞു അല്ലെ നമ്മുടെ ചാനലില്. അപ്പോ ഈ ഒരു വണ്ടിക്ക് ചുറ്റും നിന്നുകൊണ്ട് യാത്രയിലെ വിശേഷങ്ങള്, അവിടെ കണ്ട ഓരോ കൾച്ചർ കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത്. പക്ഷെ ഇതൊരു വിഷയം തന്നെയാണ് മക്കളെ. സാധാരണ ഒരു ഓട്ടോറിക്ഷ പോലല്ല ഇവർ ഇതിനെ ഒരുക്കി കൊണ്ടുപോയത്. ഈ ഓട്ടോറിക്ഷയിൽ ഇവർ ചെയ്ത് വെച്ച സെറ്റപ്പുകൾ എന്തൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഈ 2009 മോഡൽ പഴയ മോഡൽ ഡീസൽ ഓട്ടോറിക്ഷ ഇവർ 4 രാജ്യങ്ങൾ മൊത്തം കറങ്ങി ഇങ്ങോട്ട് വന്നെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു സെറ്റപ്പ് ഒക്കെ ഈ വണ്ടി അവർ ചെയ്തു വെച്ചിട്ടുണ്ടാവൂലേ. അത് എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് കാണാൻ പോണത്. വിത്ത് നമ്മളൊപ്പം നമ്മളെ ബാപ്പുണ്ട്. ബാപ്പുവിന്റെ സഹായത്തോട് കൂടി നമ്മൾ ഈ വണ്ടിയെ പറ്റിയിട്ടൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പോവാണ്. ബാപ്പു, അപ്പൊ വണ്ടിനെ പറ്റി അറിയാന് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും അല്ലെ? അപ്പൊ എന്തൊക്കെയാണ് നമ്മള് എങ്ങനെയൊക്കെ ആയിരുന്നു ഇതിന്റെ ഒരു യാത്രക്ക് വേണ്ടി തയ്യാറെടുത്തുള്ളതാ. ഫസ്റ്റ് തന്നെ സിസ്റ്റം ഇതാണ്. വാവ്, ഒന്ന് സാധാ രൂപത്തിലാക്കോ. എന്റെ മോനെ പൊളി. ഇതാണ് ഇതിന്റെ ഫസ്റ്റ്. ഇതുകൊണ്ടാണ് നമ്മൾ ഇത്ര സുഖമായിട്ട് ഇത്ര യാത്ര ചെയ്യാൻ കാരണം. മിസ്തുബിഷിന്റെ സീറ്റ് പുഷ് ബാക്ക് ആണ്. അതെ, പുഷ് ബാക്ക് മാത്രമല്ല, ഇത് സീറ്റിന് മുന്നോട്ടും പിന്നോട്ടും പോകും. അതൊന്ന് ചെയ്യോ? അത് ലോക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നല്ല എക്സ്പെൻസീവ് മുടക്കി. ഇത് എങ്ങനെ സ്പോൺസർ ആയിരുന്നു? വണ്ടിന്റെ കാര്യങ്ങൾ കുറെ സ്പോൺസർ ആണ് അല്ലേ? പിന്നെ ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഇതിന് 2 ആക്സിലേറ്റർ ആണ്. കയ്യുമ്മൽ ആക്സിലേറ്റർ ആണ്, കാൽമൽ ആക്സിലേറ്റർ. ഈ വണ്ടി കണ്ടപ്പോ ഞാൻ കരുതി ഇത് എന്താ സംഭവം കരുതിയിട്ടുണ്ട്. ഇതും ആക്സിലേറ്റർ ആണ്, ഇതും ആക്സിലേറ്റർ ആണ്. നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തതായിരുന്നു കാലുമലായിരുന്നു. കാലുമലത്തെ ആക്സിലേറ്റർ. അപ്പൊ കാൽമത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ കൈ ഇപ്പൊ ചിലപ്പോൾ ഡയറക്റ്റ് ഒരു 100 കിലോമീറ്റർ ഒക്കെ സ്ട്രൈറ്റ് പോവാണ്ടാവും ചില റോഡ്. അപ്പൊ നമ്മള് ഇത് ഇങ്ങനെ പിടിച്ചോണ്ട് നിക്കാന്ന് പറഞ്ഞാൽ രണ്ടും ഒരുമിച്ച് കൊടുത്താൽ എന്തായിരിക്കും അവസ്ഥ? ആദ്യം നമ്മൾ ഏതാണോ കൊടുത്തത് അതേ പോളൂ. അപ്പൊ ഇത് നമ്മള് ഇങ്ങനെ പിടിച്ചോണ്ട് നിക്കാന്ന് പറഞ്ഞാൽ നമ്മളെ കൈ നല്ല റിസ്ക് വരും, കൈയിന് ഭയങ്കര പ്രശ്നം വരും. അപ്പോ ഈ പ്രത്യേകിച്ച് ഇറക്കത്തിന് മാത്രമാണ് ഇത് യൂസ് ചെയ്യാ. ഇറക്കം കാല് കൊടുക്കാൻ പറ്റില്ല. കയറ്റം സ്ട്രൈറ്റും കാല് കൊടുത്താൽ മെച്ചം എന്താ വെച്ചാല് കൊടുക്കണ്ട, വെറുതെ ഇങ്ങനെ സാധാ ഇവിടെ ചവിട്ടി ഈ നിലത്ത് ചവിട്ടില്ലേ അതേമാതിരി നിങ്ങൾ ചവിട്ടണ നിന്നാ മതി. പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പിന്നെന്ന് പറഞ്ഞാൽ ഇതൊരു ഫാനാണ്, ഫ്രണ്ടിക്കുള്ള ഫാൻ ഉണ്ടല്ലേ, അതേമാതിരി ബാക്ക് തോൽക്കുള്ള ഫാൻ. ഇതൊക്കെ റൗണ്ട് റൊട്ടേഷൻ ആണ്. ആവശ്യത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇത് മൊബൈൽ സ്റ്റാൻഡ് ആണ് ഫ്രണ്ടില്. ഇതൊരു ചാർജർ ആണ്, ഫ്രണ്ട് ചാർജർ. പിന്നെ ഇത് ഒറിജിനൽ കറണ്ട് ആണ്, ഈ കാണുന്നത് ഒറിജിനൽ കറണ്ട് ആണ് അല്ലേ? ഇതിൽ 2 ചാർജ് കെറ്റൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇത് CCTV ഇപ്പൊ ഞാൻ ഊരി വെച്ചതാണ് യാത്ര കഴിഞ്ഞ CCTV ഉണ്ടായിരുന്നു. CCTVന്റെ കണക്ഷൻ ആണ് ഈ കാണുന്നത് കേട്ടോ. പിന്നെ സാധാ പോലെ ഇവിടെ ഒരു ബർത്ത്, ഇവിടെ ഒരു ബർത്ത് നമ്മളിപ്പോ ചെയ്തതാ. ഇതിപ്പോ ചെയ്താണ്. ഈ ബർത്ത് നമ്മൾ കണ്ടില്ലേ? അവിടെ സാധനങ്ങൾ വെക്കാനുള്ള. ഇനി നേരെ ബാക്ക് നോക്കി. ഈ സീറ്റ് പിന്നെ നമ്മളെ ഇൻഡിഗോന്റെ സീറ്റ്. ഇത് ഇൻഡിഗോന്റെ സീറ്റാണ്. പിന്നെ ഈ ഒരു ഷേപ്പ് വരുത്താൻ കാരണം എന്താ? ഇങ്ങനത്തെ ഷേപ്പ് സ്പേസ് ഉണ്ടായിക്കോട്ടെ ചെയ്തിട്ടുണ്ട് കുറച്ചുകൂടെ. നമ്മൾ ഇരിക്കാനും ബാക്കിലുള്ളവർക്ക് അത്ര കംഫർട്ട് വേണം. അതെ, ഇപ്പൊ ഞാൻ പറയുന്നത് അറിയോ, ഇപ്പൊ നമ്മള് സാധാ ഓട്ടോക്ക് നമ്മളൊരു ഈ ലെവലിലാണ് ഇതിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ കിടക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ശരിക്കും ഇതിന് കണ്ടൊരു പ്ലാന് തയ്യാറാക്കി ഒരുങ്ങിയിട്ട് തന്നെയാണല്ലേ? ഇതില് ഏറ്റവും ഹൈലൈറ്റ് ഇവിടെ നിങ്ങൾ എല്ലാ ഓട്ടോറിക്ഷക്കും ഒരു കമ്പിയാണല്ലോ. നമ്മളാ കമ്പി ഇവിടെയും കട്ട് ചെയ്തു, ഇവിടെയും കട്ട് ചെയ്ത് നമ്മൾ ഒഴിവാക്കിയത്. അതിന് മുന്നേ വേറൊരു കാര്യം പറയുന്നത് ഇത് മെഡിസിൻ ബോക്സ് ആണല്ലേ? എല്ലാ സെറ്റപ്പുകളുണ്ട്. ഇതില് തന്നെ ഇത് എയർ പമ്പാണ്. മെഡിസിൻ ബോക്സ്, അങ്ങനെ സോപ്പ്, ചീപ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിലുള്ളത്. ഈ മെഡിസിൻ ബോക്സ് കൊണ്ട് വേറൊരു ഉപകാരമുണ്ട്. ഈ കമ്പി ഇവിടെ കട്ട് ചെയ്തിട്ട് ഒരാൾക്ക് ഇപ്പൊ അതിനാണ് ഞാൻ ഈ പറഞ്ഞ സീറ്റ് ഇത്രങ്ങൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാല് ഓനൊന്ന് ചെരിഞ്ഞുകൊണ്ട് അവിടെ കടന്നു കഴിഞ്ഞാല് ഒരാൾക്ക് സുഖം കടന്നുറങ്ങാം. അങ്ങനെ ചിത്രം കണ്ടിട്ടാണോ ആദ്യം ചെയ്ത് പ്ലാൻഡ് ആണ്. നമ്മള് മൂന്ന് തവണ നമ്മൾ ഓട്ടോറിക്ഷയിൽ കടന്നുറങ്ങിയിട്ടുണ്ട്. 3 തവണ ഓട്ടോറിക്ഷയിൽ കടന്നുറങ്ങി. -3 ലഡാക്കിൽ നമ്മൾ ഓട്ടോറിക്ഷയിൽ നൈറ്റിൽ ഉറങ്ങിയിട്ടുണ്ട്. അത് സുഖമായിട്ട് ഉറങ്ങുന്ന പറഞ്ഞാൽ ഒരാൾക്ക് ഇതാ ഇങ്ങനെ ഉറങ്ങാം, ഒരാൾക്ക് ഇവിടെ ഇങ്ങനെ ഉറങ്ങാം, ഒരാൾക്ക് ഇതേ സിസ്റ്റം ഇവിടെ ഉറങ്ങാം. ഇവിടെ അതിനോട് കട്ട് ചെയ്തിട്ടുള്ളത്. ഇത് ചെറിയ ബോക്സ് ആണ്, എന്തെങ്കിലും സാധനം ഇട്ടക്കളെ. പിന്നെ ഈ വണ്ടിക്ക് 2 സ്റ്റെപ്പിന് ടയർ ഉണ്ട്. ഒന്ന് ഇവിടെ ഉണ്ട്, ഒന്ന് പുറത്തുണ്ട്, ബാക്കിൽ ഇവിടെ ഉണ്ട്. 2 സ്റ്റെപ്പിനുണ്ട്. സ്റ്റെപ്പിനുണ്ട്. പിന്നെ
ഇത് അലമാരയാണ്, ഷോക്കേസ്, ഡ്രസ്സൊക്കെ കണ്ടില്ലേ, ഡ്രസ്സും കാര്യങ്ങളും ഇതിന്റെ ബാക്കിൽ ഇവിടെ വെക്കൂലേ ഒക്കെ ഉള്ളത്. ഇനി അതിന്റെ തൊട്ട് ബാക്കിൽ 3 അറകളുണ്ട്, അടിയിൽ കണ്ടില്ലേ, ഇത് 3 അറ, ഒരു അറ അപ്പുറത്തൊരു അറ, ഇത് അതൊരു അറ. അതിന് എങ്ങനെ ഇതിക്കുള്ള എൻട്രി വഴി അതന്നെ, ഇതന്നെ അറ, വേറെ ഗ്യാപ്പ് ഇങ്ങനെ അല്ലേ, അതാണ് ഇതിന്റെ അറ. ഇത് ഇവിടെ ഇങ്ങനെ വേറെ അറ ഇങ്ങനെ ഇവിടെ ബ്ലോക്ക് ചെയ്തല്ലേ. ഇതില് ചട്ടിയും പാത്രം കുടുക്കൊക്കെ ഇതില്ല, അങ്ങനെ വെച്ചു. അതിലാണ് നമ്മള് പിന്നെ കെറ്റല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ, അത് ഗ്ലാസ് സാധനങ്ങളൊക്കെ അപ്പൊ ഇങ്ങനെ ക്രമീകരിച്ചോണ്ട് തന്നെ ഇതെന്താവൂല, അതിനാണ് ഈ വെളിച്ചെണ്ണ ഓയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആവൂല അരിയും തമ്മിലൊന്നും. ഇവിടെ അതിലാണ് പൊടികൾ, മഞ്ഞപ്പൊടി, മുളകും പൊടി, അതൊക്കെ പാക്ക് ആക്കിയിട്ട് അതൊക്കെ അതിലാണ് വെക്കുക. പിന്നെ ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞതാ ഈ കാണുന്ന മുതലാണ് സോളാർ. ഒരു സോളാർ ഓട്ടോറിക്ഷയിലെ മക്കളെ ഈ കോല ചെയ്ത് വെച്ച് കേട്ടോ, ഓട്ടോറിക്ഷയിൽ ആദ്യമായിട്ടാണ് സോളാർ. ഈ സോളാറുമ്മലാണ് നമ്മളെ വണ്ടിയിലെ ഈ പറഞ്ഞ CCTV, പിന്നെ ലൈറ്റുകൾ, ഈ വണ്ടിന്റെ ചുറ്റും പുറം ഭാഗം മൊത്തം ലൈറ്റ്. പകലായതുകൊണ്ട് നമുക്ക് ഇട്ടിട്ട് കാര്യമില്ല. പിന്നെ ഇതാക്കണം മഞ്ഞിൽ പോണ ലൈറ്റ്, മഞ്ഞിലൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന ലൈറ്റ് അല്ലേ, അതാണ് ഈ കാണുന്നത്. ഇതൊക്കെ നാട്ടിൽ തന്നെ വെച്ച് പോയതാണ്, ഒരു ദീർഘവീക്ഷണം അവിടെ പോയിട്ട്. പിന്നെ ഇതിന്റെ ഉൾഭാഗത്ത് ഇതിന്റെ ടോട്ടലി ലൈറ്റ്സ് ഉണ്ട്. ഇതിന്റെ ഇപ്പൊ സോളാർ വർക്ക് ചെയ്യുന്നില്ല, കാരണം മഴ പെയ്തുകൊണ്ട്. ഉൾഭാഗത്ത് ഈ ലൈറ്റുകള്, ചാർജിങ് കണക്ഷൻസ്, ഇങ്ങനത്തെ കാര്യങ്ങൾ ഫുള്ള് സോളാർമലാണ്. എല്ലാ കണക്ഷൻസും ടോട്ടലി വരുന്ന സോളാർമലാണ്. ഈ സോളാറൊക്കെ ഇതുപോലെ നിങ്ങൾക്ക് കിട്ടിയതാണോ, സ്പോൺസർഷിപ്പ് കിട്ടിയതാണ്. മലപ്പുറത്തുള്ള നമ്മുടെ സുഹൃത്തുക്കളാണ് സ്പോൺസർഷിപ്പ് ചെയ്തത്. പിന്നെ അതേപോലെ ഹൈലൈറ്റ് ആണ് ഇതാ കാരിയർ നമ്മളെ സുഹൃത്ത് അടിച്ചു തന്നാണ്. ഈ കാരിയറിലാണ് നമ്മൾ എന്ത് ചെയ്യണത്, നമ്മളെ ടെന്റ്, എയർബെഡ്, നമ്മളെ ബാഗിൽ ആവശ്യമില്ലാത്ത കുറെ സാധനങ്ങൾ ഉണ്ടാവും, അപ്പോഴും ഇപ്പോഴും ഉപയോഗിക്കണ കോട്ട്, ഇങ്ങനെ സാധനങ്ങളൊക്കെ വെള്ളം. സോളാറിന്റെ ഇതുണ്ടായതുകൊണ്ട് തന്നെ മഴയും കൊള്ളൂല. അത് വേറെ ഹൈലൈറ്റ് ആണ്. നല്ലൊരു പ്ലാൻ ആണല്ലോ ഇത് ബാപ്പുവോ. ഇതിന്റെ ഒരു ഡിസൈൻ ചെയ്താ ഈ ഒരു സംഭവങ്ങൾ. ഇത് ആരതിന് മൊത്തത്തിൽ ഇതിന്റെ ഒരു എഞ്ചിനീയർ ആരാ, നമ്മൾ തന്നെയാണല്ലേ. ട്രിപ്പിന്റെ റൂട്ട് മാപ്പിന്റെ എഞ്ചിനീയർ വല്ലഭനാണല്ലേ. ആളെ പറ്റി പറയുകയാണെങ്കിലേ, നമ്മള് വണ്ടി കാണിക്കാന്നുണ്ടെങ്കിലും ആളെ പറ്റി പറയുകയാണെങ്കിൽ, ആള് നാട്ടിലുള്ള സമയത്ത് നിങ്ങൾ ആള് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഫൈറ്റ് ക്രിയേറ്റ് ചെയ്യാ, സിനിമ രംഗങ്ങൾ റീക്രിയേറ്റ് ചെയ്യാ, അല്ലെ. ഇടയ്ക്ക് ആള് നമ്മളിങ്ങോട്ട് ഇങ്ങനെ വരുത്തും, നമ്മളെ ഇടയ്ക്കിങ്ങനെ വരുത്തിക്കൊണ്ട് കിട്ടും ആള് സിനിമ റീക്രിയേറ്റ് ചെയ്തിട്ടും അതുപോലെ ഇതുപോലെ ഇങ്ങനെ നമ്മളെ വരുത്തും, അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ നിങ്ങൾ ആൾക്കാരന് ചോദിച്ചു, ഇത് യാത്രന്റെ വീഡിയോ അല്ല, ഞാൻ പറഞ്ഞത് ഇത് എന്റർടൈൻമെന്റ് ആണ്. ഈ യാത്ര എന്ന് പറയുന്നത് ട്രാവൽ പരിപാടി മാത്രല്ല. അപ്പൊ അത് കാരണം എന്താ വെച്ചാൽ, നിങ്ങൾ ഈ നമ്മളെ ട്രാവലിംഗ് നിങ്ങൾ ഫൈറ്റ് കണ്ടെക്കും, നിങ്ങൾ കോമഡി കണ്ടെക്കും, നിങ്ങൾ പാട്ട് കണ്ടെക്കും, ഡാൻസ് കണ്ടെക്കും, മോട്ടിവേഷൻ കണ്ടെക്കും, ഫുഡിങ്, ടെന്റിങ്, അതായത് ഒരു മനുഷ്യൻ എന്തൊക്കെ ചെയ്യും അതൊക്കെ കണ്ടെക്കും. അപ്പൊ അതിന്റെ ഉത്തരം എന്താ വെച്ചാൽ, ഇതൊന്നും ഇപ്പൊ എനിക്ക് അറിയുന്ന സംഗതികളായതുകൊണ്ട്, ഞാൻ വലിയ സംഭവം ആയതുകൊണ്ടല്ല, ഇതൊക്കെ എനിക്ക് ഇഷ്ടമാണ് ചെയ്യാൻ. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട സംഗതികൾ ഞങ്ങളിലോട്ട് എത്തിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ അതാണ് ആളുകൾ അംഗീകരിച്ചത്, അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ ഇതാണ് ഇതിന്റെ റൂട്ട് മാപ്പ്. നമ്മളെ ഏറ്റവും ഹൈലൈറ്റ് എന്താ വെച്ചാൽ, നമ്മള് ഒരു ആശയം ഉയർത്തിപ്പിടിച്ചിരുന്നു യാത്രയിൽ. നമ്മള് സമൂഹത്തിന് എന്താണ്, നമ്മള് കമ്മിറ്റഡ് ആയിട്ടുള്ള ആളാവുമ്പോ എന്തെങ്കിലും കൊടുക്കണ്ടേ. നമ്മൾ ഓൾ ഇന്ത്യ നമ്മൾ കൊടുത്ത ആശയം എന്ന് പറഞ്ഞ ഇതാണ്, ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ നിന്ന് മതേതരത്വ ഇന്ത്യ. അതായത് എല്ലാ ഭാഷക്കാരും എല്ലാ ദേശക്കാരും ഒരുമിച്ച് നിൽക്കട്ടെ. ഇന്ത്യ അറിയുന്നുണ്ടെങ്കിൽ അതാണ് അതിന്റെ അർത്ഥം. എല്ലാ ഒരു ഉള്ളം കൈയിൽ എല്ലാവരും ഒരുമിച്ച് സൗഹൃദം പങ്കിടട്ടെ. അപ്പൊ അങ്ങനത്തെ ഒരു ആശയം കൂടെ നമ്മൾ എല്ലാ സ്റ്റേറ്റിൽ നിന്ന് ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. ഈ ഒരൊറ്റ ക്യാപ്ഷൻമേലാണ് നമ്മൾ നോർത്ത് ഈസ്റ്റ് മൊത്തം കറങ്ങി നോർത്ത് ഈസ്റ്റിൽ ആസാമിലും നാഗാലാൻഡിലൊക്കെ നമുക്ക് ഇത്ര അറ്റൻഷൻ കിട്ടാൻ കാരണം ഈ ഒരു ക്യാപ്ഷനാണ്. കാരണം ഇത് കാണുമ്പോൾ എല്ലാവരും നമ്മുടെ അടുത്തേക്ക് വരും. കാരണം എല്ലായിടത്തും മതേതരത്വ ഇന്ത്യ. ഇതിലേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളേ, വളരെ പ്ലാൻഡ് ആയിട്ടാണ് ബാപ്പു ഈ ഒരു യാത്ര സെറ്റ് ചെയ്തിട്ടുള്ളതാ അല്ലെ. അവിടുത്തെ ആളുകളെ മനസ്സെങ്ങനെ പിടിച്ചെടുക്കും, നമുക്ക് ഏതൊരു അവസ്ഥയിൽ ഈ ഓട്ടോ നിങ്ങൾക്ക് വീടായിട്ടും എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും, ഫുഡിങ് ആയിട്ട് ഉപയോഗിക്കാം, ഒക്കെ ഒരു ഭയങ്കര തലത്തിന്റെ ബാക്കില് പ്രവർത്തിപ്പിച്ചിട്ടാണ് പോയതല്ലേ. പ്ലാനിങ് ഉണ്ട്. ഓക്കെ, ബാക്കി പറയും. അപ്പോ പല ആൾക്കാരും പറയും, നിങ്ങൾ ഇത് പ്ലാൻ ചെയ്യാതെയാണ് പോയത്, എന്താ വെറും ഫുഡിങ് ടെന്റിങ്, ഇതെന്താ ഇങ്ങനെ ഇതിന് വീട് എടുക്കാൻ അറിയില്ല എന്നുള്ളതൊക്കെ. അപ്പൊ ഞാൻ അവരോടൊക്കെ പറഞ്ഞെന്ന് വെച്ചാൽ, നമ്മൾ ഇതിൽ എല്ലാം ഉണ്ട്, എല്ലാ പരിപാടികളും വരും. അതുകൊണ്ടാണ് ഈ യാത്ര ഇത്ര സക്സസ് ആയത്. എഡിറ്റഡ് അല്ല വീഡിയോസ് കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിന്റെ കാരിയർമേല് എന്താ വെച്ചാൽ, ഈ കാരിയറും അതുപോലെ ഈ സീറ്റും ഏകദേശം നല്ല, ഇതിൽ ഏറ്റവും വെയിറ്റ് ഉള്ള സാധനം ഈ സീറ്റാണ്. അതുകൊണ്ട് തന്നെ ഇതിന് പറയാത്തൊരു സംഭവം ഉണ്ട്. ഇതിന് ഹൈഡ്രോളിക് ഷോക്ക് അബ്സോർബർ ആണ്, അതായത് കാറിന്റെ ഷോക്ക് അബ്സോർബർ ആണ്. അത് നിങ്ങൾ ഇതിന് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്ത നമ്മുടെ സ്ഥലത്ത് നിന്ന് ഉണ്ടാക്കിച്ചിട്ടതാ. കാറിന്റേത് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഒരു 80% ആ ലെവലിൽ വരും. നമ്മൾ ഈ വലിയ ലോറികളൊക്കെ പോകുമ്പോ ഒരു സൗണ്ട് ഉണ്ടാവില്ല, ഒരു പഞ്ചിങ് സൗണ്ട്, ആ സൗണ്ട് ഇതിന് വരും. അത് നല്ല പഞ്ചിങ് ആണ്.
പക്ക പഞ്ചിങ്. പിന്നെ ഇതിന് നിങ്ങൾ എന്തെങ്കിലും കരുതൽ ഇപ്പോ നമ്മൾ ഈ ബാറ്ററി വാട്ടർ ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ഓയിൽ കാര്യങ്ങൾ എന്തൊക്കെ ഈ വണ്ടിക്ക് വേണ്ടിട്ട് നിങ്ങൾ ഒരു മുൻകരുതൽ കയ്യിൽ വെച്ചിരുന്നു? നമ്മള് പിന്നെ അളിയനാണ് വർക്ക്ഷോപ്പ് ഉള്ളത്. അപ്പൊ ഓനാണ് വർക്ക്ഷോപ്പ് വർക്ക് എടുത്തിരുന്നത്. അപ്പൊ ഓൻ ഇതിന്റെ ജാക്കി എല്ലാ തരം സ്പാൻഡറുകൾ ടൂൾസുകളൊക്കെ നമ്മളെ കയ്യിൽ ഒരു കിറ്റ് ആയിട്ട് തന്നിരുന്നു. അത് നമ്മളെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ ഫുൾ ടൈം നമ്മളെ കയ്യിൽ ഫുൾ ടാങ്ക് എണ്ണ ഉണ്ടതിന്റെ പുറമെ 5 ലിറ്ററോ 10 ലിറ്ററോ ക്യാനിൽ എണ്ണ ഫുൾ ടൈം സ്റ്റോക്ക് ചെയ്യാൻ. കാരണം ഏത് കാട്ടിൽ പൊട്ട് കഴിഞ്ഞാലും വണ്ടി നിൽക്കരുത്. പിന്നെ ചെറിയ ചെറിയ ക്യാബിളുകളൊക്കെ നിങ്ങൾ എടുത്ത ആ ഡീസൽ ഉണ്ടല്ലോ, ആ ഡീസൽ എടുത്ത് യൂസ് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? അത് ഒരുപാട് തവണ ഉണ്ടായിരുന്നു. അത് കഴിയുമ്പോൾ അടുത്ത് ലോഡാക്കും. 10 ലിറ്റർ ഡീസൽ വരെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ലഡാക്കിൽ പോകുമ്പോൾ അവിടെ 200 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് പെട്രോൾ പമ്പ് ഉള്ളത്. അപ്പൊ അതിനനുസരിച്ച് നമ്മളത് ഫുള്ള് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് സ്റ്റെപ്പിന് ഇതിലുള്ള ഏറ്റവും ഹൈലൈറ്റ് എന്താ വെച്ചാൽ നമ്മൾ വർക്ക് ചെയ്ത ഒന്നും നമുക്ക് നഷ്ടം വന്നിട്ടില്ല. എല്ലാം ഉപകരിച്ചിട്ട് കൊടുത്തതേ ഇപ്പൊ ഒരു ഭംഗിക്ക് വേണ്ടി കൊടുത്താണോ? ഇതിനൊരു ഹോൾഡിംഗ് ആണ്, ഇതിന്റെ സ്റ്റാൻഡ് ആണ് ഇത്. അതൊരു ഭംഗിയിൽ കൊടുത്തു എന്നുള്ളതാണ്. റിഫ്ലക്ടർ ഒക്കെ കൊടുത്തിട്ട് റിഫ്ലക്ടർ കൊടുക്കുന്ന ഭംഗിക്ക് മാത്രല്ല, നമുക്ക് നമ്മള് രാത്രി NH-ന്റെ സൈഡിൽ വരെ വണ്ടി സൈഡാക്കി ടെന്റ് അടിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോ പാണ്ട് വലിയ വലിയ ലോറികളൊക്കെ വരും ഇതിലേ. അവര് ആ ലോറികള് നമ്മളെ വണ്ടി ഐഡന്റിറ്റി ചെയ്യണത് ഈ ഒരു ഇങ്ങനെ ഒരു വണ്ടി ഇവിടെ കിടക്കണ്ട, അല്ലാതെ വണ്ടി കൂട്ടി പോകും. ബാപ്പു, ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ശരിക്കും ബാപ്പുവിനുള്ള എഞ്ചിനീയർ ഉണ്ട് എന്നുള്ളതാണ്. കാരണം എന്താ അറിയോ, ഇപ്പൊ ഇതിനൊരു ഒരു സ്റ്റാൻഡ് ആയിട്ട് കൊടുക്കുക, അതിനുള്ള സ്പേസ് ആണ് ഇതില്ലേ. ആ ഒരു സ്റ്റാൻഡ് അത് വേറെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, ഇങ്ങനെ ഒരു റിഫ്ലക്ടർ വെച്ച് ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ ഒരു ഗുണത്തിന് വേണ്ടി വേഗം വരുന്ന വണ്ടികൾക്ക് കാണാനുള്ള ഒരു ഗുണം ഇതിൽ തന്നെ നിങ്ങൾ ചേർത്തു എന്നുള്ള. അതുപോലെ തന്നെ ഇപ്പോ ഈ ഒരു കാര്യം പറയാം, ഇതൊരു മെഡിസിൻ ബോക്സ് ആയിട്ട് ചേർത്തു. ഒപ്പം ഇവിടെ കിടക്കുന്ന നിങ്ങൾ 2-3 പേര് യാത്ര ചെയ്യല്ലേ, ഒരു കാലത്ത് അതും കൂടെ 2 മൾട്ടി പർപ്പസ് ആണ് ഓരോന്നിനും. ഇത് ഇപ്പൊ ഇവിടെ സാധനം വെക്കുമ്പോ ഇത് മഴ പെയ്യുന്നതിനും ബെറ്റർ ആണ്, നിങ്ങൾക്ക് സോളാറും ആണ്. എല്ലാത്തിനും ഒരു മൾട്ടി സിസ്റ്റം കണ്ടുകൊണ്ടാണ് എല്ലാം ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിന് വേറെ എഞ്ചിനീയേഴ്സ് ആരും ഇല്ല, ഇതിന് ഒക്കെ നമ്മൾ തന്നെ സകല കലാ വല്ലഭൻ. അടിപൊളി, സൂപ്പർ സൂപ്പർ സൂപ്പർ. പിന്നെ നമ്മളൊപ്പമുള്ള ജാവി ബ്രോ ഓലും കൂടി പിന്നെ ഒരു 10 ഓല നമ്മൾ തെരഞ്ഞെടുത്തത് പിന്നെ ഒരു ജസ്റ്റ് ഒരു വീഡിയോ ചെയ്ത് ഒരു മോഡലിനെ തെരഞ്ഞെടുത്താണ് എത്രയോ ആളുകളിൽ നിന്ന്. അപ്പൊ ഓലൊരു 10 ദിവസത്തിന് പോന്നതാ. അപ്പൊ ആ 10 ദിവസം കഴിഞ്ഞപ്പോൾ ഓല് പിന്നെ അങ്ങനെ ത്രില്ലിന്റെ പുറത്ത് അങ്ങനെ പോന്ന് അത് ഫുള്ള് കംപ്ലീറ്റ് ആക്കി. അങ്ങനെ അല്ലേ? ഓഹ് പൊളി. പിന്നെ അപ്പൊ അങ്ങനെയൊക്കെയാണ് വണ്ടിന്റെ വിശേഷങ്ങൾ അല്ലെ? വർക്ക്ഷോപ്പ് പണി എത്ര പ്രാവശ്യം വന്നു? വർക്ക്ഷോപ്പ് നമുക്ക് 170 ദിവസം നമ്മൾ വണ്ടി നമ്മൾ കൊണ്ട് മെയിൻ്റെനൻസ് ഒന്നും നോക്കിട്ട് തന്നെയാണോ? 170 മെയിൻ്റെനൻസ് നല്ല നോക്കും. ഇതുവരെ വണ്ടി എവിടെ നിന്നില്ല. 160 ദിവസം വരെ ഒരു പ്രശ്നം പറ്റില്ല. 160 ദിവസം ലാസ്റ്റ് സമയത്താണ് വണ്ടി ചെറിയ പഞ്ചർ, ടയർ ജസ്റ്റ് 18,000 കിലോമീറ്റർ ഉപയോഗിച്ചിട്ടുണ്ടോ? ഒരു തവണ ഉപയോഗിച്ചു. 18,000 കിലോമീറ്റർ നമ്മൾ ടയർ ഓടി. ലാസ്റ്റ് സമയത്ത് നമുക്ക് എഞ്ചിൻ പണി വന്നു. പക്ഷെ എഞ്ചിൻ പണി വരാന് നമ്മളാണ് ഒരു കുറ്റക്കാരൻ. കാരണം എന്താ വെച്ചാൽ ലഡാക്ക് മൈനസിൽ വണ്ടി ഓടി കഴിഞ്ഞാൽ നമ്മൾ ഓയിൽ മാറ്റണം. നമ്മൾ ശ്രദ്ധിച്ചില്ല. മൈനസിൽ ഓടി കട്ടായിട്ടുണ്ടെന്നുള്ള ചിന്ത വന്നില്ല. വണ്ടിന്റെ പ്രശ്നമല്ല, 100% നമ്മളെ പ്രശ്നമാണ്. അതുകൊണ്ട് വന്ന വേറെ നിലവിൽ ഒരു പ്രശ്നം വന്നില്ല അല്ലെ? അങ്ങനെ റോഡ് മാപ്പ് ആണെങ്കിൽ ഇങ്ങനെ നോക്കിയാൽ മതി. എല്ലാം കൊടുത്തിട്ടുണ്ട്. നേപ്പാൾ കൊടുത്തിട്ടുണ്ട്, ഭൂട്ടാൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കറക്റ്റ് കൊടുത്തിട്ടുണ്ടല്ലേ? വണ്ടിമേ ഫുള്ള് നമ്മളിതിന്റെ അത്ര ഒരു ബ്യൂട്ടി വർക്കുകളിലേക്ക് നമ്മൾ പോയിട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ കണ്ടോ, ഓരോ സ്ഥലങ്ങൾ അടയാളപ്പെടുത്തി ഐ ആം പ്രൗഡ് ടു ബി ഇന്ത്യൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോ ഇതിന്റെ മറ്റു കാര്യങ്ങൾ സൗകര്യം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇപ്പൊ നമ്മൾ കാണിച്ചത്. കണ്ടോ, ഇവിടെ നമ്മളെ സോഷ്യൽ മീഡിയ സലാ സൽമാൻ കേൾട്ടൺ എന്നുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഐ ലവ് ഇന്ത്യ. ഇവിടെ 2 ഫ്ലാഗ് ഉണ്ടായിരുന്നു, ഇവിടെ ഫ്ലാഗ് ഉണ്ടായിരുന്നു അല്ലെ? അതൊക്കെ പിന്നെ നിങ്ങൾ മാറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ ആയി പോയത്. മാറ്റാതിരിക്കുകയാണ്. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 4 രാജ്യങ്ങളും 28 സ്റ്റേറ്റും തഴുകി തലോടി വന്ന കൊടിയാണ്. അതിന്റെ അടയാളാണിത്. ഇത് അങ്ങനെ ഇത് ഈ കൊടിനെ സമ്മതിക്കണം നമ്മളെ. പിന്നല്ലാണ്ട് ഇതിങ്ങനെ കാറ്റിന് പാറി പാറി നൂല് ഇഴകൾ എടുത്ത് പോയതാണത്. ഇലകൾ അങ്ങനെ ആ നൂല് പോയിട്ടും ഇതിപ്പോ നിക്കുന്നുണ്ട്. അതാണ്, അത് മാറ്റിയല്ലോ. അങ്ങനെ തന്നെ വേണ്ടേ? മാറ്റിയേ പോയില്ലേ? ഞാനേ അവസാനമായിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ. ഒരു മോഹവിലക്ക് ഒരു പക്ഷെ ആരും ഇന്റർവ്യൂ ചെയ്തപ്പോ ചോദിക്കാത്ത ചോദ്യമായിരിക്കും. ഒരു മോഹവിലക്ക് ഞാനിപ്പോ ഈ വണ്ടി അങ്ങോട്ട് ചോദിച്ചാല് ബാപ്പു അത് തരുമോ? ഇല്ല. എത്ര ചോദിച്ചാലും ബാപ്പു അത് തരൂല അല്ലെ? കുറേ ആളുകൾ കൊടുക്കരുത് ചോദിക്കുന്നുണ്ട്. ഇത് യാത്ര തുടങ്ങി 5ാമത്തെ ദിവസം ട്രിവാൻഡ്രത്ത് വാങ്ങിയ ക്ലാസ് വെറും 100 രൂപക്ക് വാങ്ങിയ ക്ലാസ് ആണ്. പക്ഷെ ഇത് നമ്മൾ വെച്ച് ആളുകൾക്ക് ഹൈലൈറ്റ് ആണ്, എല്ലാം ഹൈലൈറ്റ് ഇതാണ്. അപ്പൊ ഇത് കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞത് കൊടുക്കണില്ല. അത് രസമായിട്ട് അങ്ങനെ വെച്ച് എങ്ങനെ കൊടുക്കുക? കാരണം 4 രാജ്യങ്ങള്, അതിൽ ഇന്ത്യ എടുത്ത് നോക്കുമ്പോ 29 സംസ്ഥാനങ്ങളും കറങ്ങി ഒരു ഓട്ടോറിക്ഷക്ക് പറ്റാവുന്ന അപ്പുറം കഷ്ടപ്പെടുത്ത മുതലാണ് ഇതിനെ കൊടുത്താലുണ്ടല്ലോ അവരെ.
ചരിത്രമാണ് മക്കളെ. അപ്പൊ അതേപോലെ ഒരുപാട് ആളുകൾ ചോദ്യമുണ്ട്, ഇത് ഞാൻ എന്താ ചെയ്യണത്. അപ്പൊ എന്താ വെച്ചാൽ ഒരുപാട് ആളുകൾക്ക് നമ്മളപ്പം അല്ലെങ്കിൽ നമ്മൾ ഈ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യാൻ താല്പര്യം ഉണ്ടാവും. അപ്പൊ ഓൽക്ക് യാത്ര ചെയ്യാനുള്ള ഒരു ടൂർ സെറ്റപ്പ് പോലെ ഓട്ടോറിക്ഷ ഒന്നും കൂടെ നമുക്ക് ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും സംഭവം ചെയ്തിട്ട് ചിലപ്പോൾ ഒരു AC സെറ്റപ്പ് അങ്ങനെ ചെയ്തിട്ട് ഒരു വാഗമണ്ണോ ഒരു വയനാടോ ഒരു മൂന്നാറൊക്കെ അടിക്കാനുള്ള സെറ്റപ്പിൽ ഒരു ചെറിയ പാക്കേജ് പോലെ എല്ലാവർക്കും ഒരു രണ്ടാക്ക് ഐസിയിൽ ഒരൊട്ടൊക്കെ ഇതിലിങ്ങനെ കൊണ്ടുപോകാം. എന്നിട്ട് നമ്മള് പോയ അതേപോലെ പരിപ്പ് കറി, തക്കാളിക്കറി, ആ ലെവലില് ആ സിസ്റ്റം ഓൽക്കും കൂടെ ആസ്വദിക്കാനുള്ള ടെന്റ് ലൈഫ്, ആ ഒരു പരിപാടി സെറ്റപ്പ് ഉണ്ടായി. നമ്മൾ യാത്രയിൽ എന്താ ചെയ്തിന്റെ ആ സംഗതി എല്ലാവർക്കും ചെയ്യാനുള്ള ഒരു അവസരം എല്ലാവരും ആസ്വദിക്കട്ടെ. ഓക്കെ നമ്മളെ ബോച്ചെ മറ്റേ കാരവാൻ ഇറക്കിയ പോലെ. ഓക്കെ സെറ്റ് അതുപോലെ. അപ്പൊ മക്കളെ നിങ്ങളതൊക്കെ അത്ഭുതപ്പെടുത്തുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ്, അറിയാലോ അല്ലെ. ഈ ഓട്ടോയില് ബാപ്പുവിന്റെ ഡ്രൈവിംഗ് പഠിപ്പിച്ചത് തന്നെ ബാപ്പ പഠിപ്പിച്ചത്. ഡ്രൈവിംഗ് പഠിപ്പിച്ച് ഞാൻ ഓട്ടോ എടുത്ത് ഇന്ന് ഓട്ടോ ഓടി ജീവിതം മുന്നോട്ടുണ്ടോന്ന ഒരാളാണ്. ആ നിലക്ക് നോക്കുമ്പോ ഇത് കാണുമ്പോൾ ഒരുപാട് അത്ഭുതം എനിക്ക് തോന്നുന്നുണ്ട്. ഇതിൽ ചെയ്തു വെച്ചിട്ടുള്ള ഓരോ സെറ്റപ്പുകൾ, അത് ഈ 170 ദിവസം പല വിധത്തിലുള്ള വഴികളിലൂടെയും പോയപ്പോഴും അതൊക്കെ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് ഇന്ന് ഈ വണ്ടി ഇവിടെ നിർത്താനുള്ള ഒരു ചങ്കറപ്പും ഈ ഒരു മുതലുണ്ട് എന്നുള്ള കേട്ടോ. അപ്പൊ എന്തായാലും ഈ ഒരു ഓട്ടോ ആയിട്ട് ഇനി ഒരുപാട് ചരിത്രങ്ങൾ തീർക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. അതിനുള്ള കഴിവുള്ള വ്യക്തിയാണ് അല്ലെ. അപ്പോ എല്ലാവരും അടുത്തൊരു വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. വീണ്ടും കാണാം. അതുവരേക്കും ബൈ.